ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചീവക്കിഴങ്ങ് തോരൻ നമ്മൾ ഉണ്ടാക്കുന്നത്. കൂർക്കയെന്നും പേരുണ്ട്. പ്രത്യേക ഒരു മണമുള്ള കിഴങ്ങായത്. കുറച്ച് മസാലകളൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. വീഡിയോ ആണ്. 1/2 കിലോ ചീവക്കിഴങ്ങ് എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ കളഞ്ഞ ശേഷം 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. തീരെ അങ്ങനെ നൈസാക്കി അരിയണ്ട. അരിഞ്ഞ ഉടനെ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങണം. ഇല്ല അതിൻ്റെ കളറിന് വ്യത്യാസം വരും. ഇല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടിരുന്നാലും മതി. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായ ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളപ്പുഴുക്കലരിയാണ് ചേർക്കുന്നത്. വെള്ളയരി ഇല്ലെങ്കിൽ മട്ടയരി ചേർത്താലും മതി. ചുവപ്പ് കളറിലുള്ളത്. അരി നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും 2-3 ചെറിയ ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞതും 1 പച്ചമുളക് പിളർത്തിയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും. ഇപ്പോഴൊരു ഗോൾഡൻ കളറാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം 1 കൈ ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർക്കാം. ഇതൊന്ന് വാടിയാൽ മതി. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ചെറിയൊരു സവാള ചേർത്താൽ മതി. ഉള്ളിയുടെ പച്ചമണമൊക്കെ പോയി നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പെരുംജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടിച്ചത് 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇതിൻ്റെ പച്ചമണം പോകുന്ന ഓരോന്ന് ഇളക്കിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീവക്കിഴങ്ങും കുരുട്ടി മസാലയും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കുന്ന പോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടംബ്ലർ വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് അടച്ച് വയ്ക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടും ഉണ്ട്. ആ ആവിയിൽ വെന്തോളും. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് നമുക്ക് അടച്ച് വയ്ക്കാം. വേകുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ചേർക്കാനുള്ള തേങ്ങ ചതച്ചെടുത്തിട്ട് വരാം. ചെറിയൊരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, 3/4 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർക്കാം. കുറച്ച് കറിവേപ്പില. വെള്ളം രണ്ടാമത് ഒഴിച്ചിട്ടില്ല. ചെറിയ തീ കിടന്നിട്ട് ഈ ആവിയിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത്. എന്നാൽ നന്നായിട്ട് വേകുകയും വേണം. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത ശേഷം ഇതൊന്ന് ഇളക്കി പൊത്തി വെച്ചാൽ മതി. അടച്ചൊന്നും വയ്ക്കേണ്ട. 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഈ തേങ്ങ ഈ ചൂടിൽ വെന്തോളും. പെരുംജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് നന്നായിട്ട് അറിയാനുണ്ട്. കൂടുതൽ സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എരിവ് കുറച്ച് കൂടുതൽ ചേർത്താൽ മതിയാവും. ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.